ശ്രദ്ധയോടെ കേൾക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ വിളിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ള തിരുമനസ് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചടങ്ങായിട്ടിങ്ങനെ കൃപാസനത്തേക്ക് വന്ന് കുറച്ച് നേർച്ച വസ്തു വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നില്ലാതെ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഞാൻ ദൈവ സാന്നിധ്യത്തിൽ പോകുമ്പോൾ, മാതാവിൻ്റെ മുമ്പിൽ പോകുമ്പോൾ, കൃപാസനത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രശ്നം അമ്മ മാതാവ് ഫയലാക്കി ഏറ്റെടുക്കുക. അമ്മ പിന്നെ അത് നോക്കിക്കോളും. ആ ഒരു അവബോധം എപ്പോഴും ഉണ്ടാകണം. പിന്നെ അതുപോലെ നമുക്ക് കൃപയും ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നമ്മൾ എടുക്കാതിരിക്കാനും ദൈവാനുഭവം നമുക്ക് ലഭിക്കാതിരിക്കാനും ചെയ്യുന്ന പരിപാടി നമ്മളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. പ്രാർത്ഥനയിൽ തടസ്സപ്പെടുത്തും. രണ്ടാമത് നമ്മളെ വിശ്വാസം നമ്മളിൽ ഇരുന്ന് എടുത്ത് കളയും. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും ഇല്ലെങ്കിലും, വിശ്വാസം നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ജീവിതത്തിൽ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിൽ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദൈവം പ്രവർത്തിക്കും, പക്ഷേ നമുക്ക് അനുഭവമായിട്ട് അത് മാറില്ല. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും, ഉടമ്പടി എടുത്തവരാണെങ്കിലും പുതുക്കാൻ വന്നവരാണെങ്കിലും അവരിത് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്നിൽ വേണ്ടത്ര അത്ര വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഇതിങ്ങ് ശ്രദ്ധാപൂർവം കേട്ട് അത് പാലിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് താമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഭവം ലഭിക്കും. അതിലൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്ക് 11:24 ഈശോ പറയുക, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് മാത്രം നിർത്തിയില്ല, നീ വിശ്വസിക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ വിശ്വാസം വേണം. എന്തെന്നാണ് വിശ്വസിക്കേണ്ടത്? സാധാരണ വിശ്വാസം അതിനില്ല. നിനക്ക് ലഭിച്ചു, നീ എന്താ പ്രാർത്ഥിക്കുന്നത് അത് നിനക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ്, ലഭിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് കിട്ടി, ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുക. അതാരാ പറഞ്ഞാൽ? വേറെ ആരുമില്ല, ഇത് ദൈവം തന്നെയാണ്, ഈശോ തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം, പ്രാർത്ഥനയുടെ മുമ്പ് തന്നെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. നീ ചോദിക്കുന്നതെല്ലാം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം. പക്ഷെ അത് വഴി തടസ്സപ്പെട്ട് നിൽക്കുക. അതിൻ്റെ കാരണം എന്താ? നമ്മളെ വിശ്വാസം കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന കാര്യം, ആ വിശ്വാസം എങ്ങനെയാണ് അധികപ്പെടുത്തിയെടുക്കാം. നമുക്ക് തോന്നുന്നു വിശ്വസിക്കുക, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനില്ല, ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം, വിശ്വാസം എന്താണെന്ന്. അതുമാത്രമല്ല, അതിൻ്റെ അടുത്ത വചനം മാർക്ക് 11:25 പറയുന്നത്, നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ
നിനക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് രണ്ട് കാര്യവും ഇൻ്റർ കണക്റ്റഡാണ്. പ്രാർത്ഥനയിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്ന പല കാര്യങ്ങൾ നിയോഗമൊക്കെ ഉണ്ട്. നമ്മൾ നിയോഗമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ദൈവത്തോട്, ദൈവത്തിനറിയാം. മത്തായി 6:8 നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ പിതാവിനെ അറിയാം നിനക്ക് എന്താ ആവശ്യമെന്ന്. പലവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് നിയോഗം ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന്. അതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക, വിശ്വാസത്തോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനെ ആരാധിക്കാനായിരിക്കുന്ന ആ പ്രാർത്ഥന, നന്ദി പറയുന്ന ആ പ്രാർത്ഥന, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ അത് വിശ്വാസം വേണം. വിശ്വാസം എന്താണ്? നിനക്ക് എന്താണ് ആവശ്യമോ, നിയോഗത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ പരാതിയില്ല, പിന്നെ അവിടെ വിഷമവുമില്ല. നീ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് ലഭിച്ചെന്ന് നീ വിശ്വസിക്കുക, ലഭിച്ചെന്ന് വിശ്വസിക്കുക. പിന്നെ രണ്ടാമത് മൂന്നാമതൊന്നും അത് ചോദിക്കേണ്ട കാര്യമില്ല. ലഭിച്ചു കഴിഞ്ഞ കാര്യം പിന്നെന്തിനാണ് ചോദിക്കുന്നത്? നമ്മളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ച് അങ്ങോട്ട് നമ്മൾ പോലും അറിയില്ല നമ്മൾ എന്താ പറയണമെന്ന്, എന്താ ചോദിച്ചതെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ലിസ്റ്റ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുട്ടിപ്പേ നിന്ന് കഴിഞ്ഞാൽ ആ നിയോഗങ്ങൾ അങ്ങോട്ട് ലിസ്റ്റായിട്ട് വരും. ജപമാല ചൊല്ലുമ്പോഴും അങ്ങനെ വരും. അങ്ങനെയില്ല. ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് പോകാം. ഇപ്പോൾ ദൈവാനുഭവം നമുക്ക് കിട്ടും. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന് വിശ്വാസം, ഒന്നാമത് രണ്ടാമത്തത് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ പല കാര്യങ്ങളും ചിലതൊക്കെ ചെറുതൊക്കെ നടന്നു കിട്ടും. പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് ലഭിക്കാതിരിക്കുന്നത്, പ്രാർത്ഥന അനുഭവം നമുക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കാര്യമായിട്ട് ക്ഷമിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. വാക്കുകൊണ്ട് പറയും ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്, ദൈവമേ ഞാൻ ക്ഷമിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാൻ സാധിക്കില്ല. കുറച്ച് നേരത്തേക്ക് ക്ഷമിക്കും, ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ക്ഷമിക്കുമായിരിക്കും. അവരുടെ മുഖം കാണുമ്പോഴത്തേക്കും ഇതൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അവരെ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോവും. ഒരാളോട് ക്ഷമ ചോദിക്കാം, ഭർത്താവിനോട് ഇന്ന് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവും. ഇന്ന് ഭർത്താവ് പുറത്തിരുന്ന് വരട്ടെ, ജോലിയിരുന്ന് വീട്ടിൽ വരട്ടെ, നമുക്കിന്ന് എല്ലാം രമ്യപ്പെട്ട് ഇന്ന് പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ തീരുമാനം എടുത്തിരിക്കുന്ന ദിവസമായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുക. തലേദിവസത്തെക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരാളോട് ക്ഷമ പറയാമെന്ന് പറഞ്ഞ് തീരുമാനം എടുത്തിരിക്കുന്നു, ഫോൺ വിളിക്കാമെന്ന് പറയും. അത് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉണ്ടാകട്ടെ, അവരാദ്യം വിളിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പറഞ്ഞു വിടാം. യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്വാസത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ക്ഷമിച്ചില്ലെങ്കിൽ വിശ്വാസം പരിപൂർണതയിലേക്ക് വരില്ല. നമുക്കിങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. എനിക്ക് ലഭിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാൻ ആ ഒരു കൃപ നമുക്ക് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്ഷമിക്കാൻ ഈശോ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ, ആദ്യം ഈശോ പറഞ്ഞ പോലെ തന്നെ ഈശോനെ ശിക്ഷിച്ചവരോട് ഈശോ പറഞ്ഞത്, പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവേ അവരെന്താ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ അറിഞ്ഞാൽ അത് തെറ്റാണ്, നിങ്ങൾക്കത് വിഷമമുണ്ടാകും. ഇല്ല, അത് ഏറ്റവും വലിയ തെറ്റാണ്, പാവമാണെന്ന് അവരറിഞ്ഞാൽ ഒരു കാലത്തും അത് ചെയ്യില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നമാണ്. അവർ പാവം ചെയ്യുകയാണെന്ന് അവർ
അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. ആ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കാൻ ഒക്കെ മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു അവബോധം ഉണ്ടാകണം. രണ്ടാമത്, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ദൈവം അനുവദിച്ചു തരുന്നത്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദൈവം അത് അനുവദിച്ചു കൊടുക്കുകയാണ്. പിശാചാണ് പ്രലോഭനം കൊടുക്കണമെങ്കിലും ദൈവം അത് അനുവദിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് എഫേസ്യർ 6:12 പറയുന്നത്, നിൻ്റെ യുദ്ധം മാംസത്തിനും രക്തത്തോടും ആയിരിക്കരുത്, എന്ന് വെച്ചാൽ മനുഷ്യരോടായിരിക്കരുത്. നിൻ്റെ യുദ്ധം അന്ധകാരത്തോടായിരിക്കണം, പിശാചിനോടായിരിക്കണമെന്ന്. പിശാചാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. നിൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ അയൽക്കാരോ നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ അവരില്ല ചെയ്യുന്നത്. അത് പിശാചിൻ്റെ പ്രലോഭനം കൊണ്ടാണ്, അവരുടെ ബലഹീനത കൊണ്ടാണ്. അപ്പോൾ അത് ദൈവം അനുവദിച്ചു കൊടുത്തത് നിനക്ക് കൃപ നൽകാനാണ്. നീ ചോദിക്കുന്നത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നീ ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഒരു അവസരം ദൈവം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവബോധം നമുക്കെപ്പോഴും വേണം. ഈ രണ്ട് കാര്യം നോട്ട് ചെയ്യുക, കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ് ആകണ്ട. ക്ഷമിക്കുമ്പോൾ ഇത്, എന്നിട്ട് മൂന്നാമത്തത് ക്ഷമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 3 പോയിൻ്റാണ്. നിങ്ങൾ ആരോടാണ് ക്ഷമിക്കുന്നതോ അവർക്ക് മനസ്സിലാകണം നിങ്ങൾ അവരെ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ക്ഷമിക്കുന്നത്, ആരോടാണ് ക്ഷമിക്കുന്നതോ അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറയൂ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ക്ഷമയുടെ മെസ്സേജ് കേൾക്കുമ്പോൾ ഉറക്കം വരും, ശ്രദ്ധ മാറും. പിശാചിന് അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അനുഭവം, കുറച്ച് കഴിയുമ്പോൾ തന്നെ അനുഭവം കിട്ടും. ദൈവാനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ ഇല്ല പറയണം, ഇത് ഉറപ്പിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാം. പക്ഷേ ആരോടാ ക്ഷമിക്കുന്നതോ അവർ നിങ്ങൾ ക്ഷമിച്ചെന്നുള്ളത് അവരറിയണം. അത് ഒരു പ്രാവശ്യം പോയി ക്ഷമ പറഞ്ഞ് അവരറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് തോന്നണം കുറേ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണം, ഒരാൾ നിങ്ങളെ ഒരടി വഴി അങ്ങോട്ട് എടുത്ത് കുറച്ച് സ്ഥലം എടുത്ത് തന്നു വെച്ചോ. അത് വലിയ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ, അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, കുറച്ച് വഴിയല്ലേ ഉള്ളൂ. നമുക്ക് പുറമ്പോക്ക് കുറേ ഉണ്ടാവും, നമുക്കില്ലാത്ത സ്ഥലം കൂടുതൽ കിടക്കും. അതിലാണ് പ്രശ്നമെന്ന് വെച്ചാൽ, അവരോട് പറയണം നീ മതിൽ കെട്ടിക്കുമെന്ന് പറയാൻ പറ്റണം. ദൈവം അതിനേക്കാളും കൂടുതൽ നിനക്ക് തരും. അത് ഞാൻ വെറുതെ ഇല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കതുകൊണ്ട് ചിലപ്പോൾ പോകുന്നത് ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ദൈവം അത് 10 സെൻറ്റായിട്ട് നിനക്ക് വേറെ തരും. അങ്ങനെ അനുഗ്രഹം തന്നിരിക്കുക ദൈവം. അതിനുവേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെയാ. ഒരാൾ നിന്നോട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ദൈവം അനുവദിച്ച് തരുന്നത് നിനക്ക് അതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് തരുന്നത്. പക്ഷെ അവിടെ അത് പിശാച് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, നിന്നോട് നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ തരാതെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവാനുഗ്രഹം നിനക്ക് ലഭിക്കാതെ ഇരിക്കാൻ തടസ്സപ്പെടുത്തി വയ്ക്കും അത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിന്നെ ആരെങ്കിലും ഒരു 500 രൂപ പറ്റിച്ച് അവരോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ, അവരോട് ക്ഷമ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അത് മറക്കണം. മറന്നിട്ട് പ്രൈസ് ദി ലോർഡ്.
ഇടയ്ക്ക് അവരെ പോയി ചോദിക്കണം, അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, മടിക്കരുത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നണം, ഇതെന്താ ഞാൻ നേരത്തെ അവർക്ക് ഒരു 500 രൂപ കൊടുക്കാനുണ്ട്, ഒരു 5000 രൂപ കൊടുക്കാനുണ്ടല്ലോ, ഇവരെന്താ മറന്നതാണ്, ഇവർക്ക് എന്താ സംഭവിച്ചത്, രണ്ടാമത് വന്ന് ചോദിക്കുന്നത്, ഈ കാര്യമേ മറന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് പോലും തോന്നണം, നിങ്ങൾ ആരോടാ ക്ഷമിക്കുന്നതെന്ന് വെച്ചാൽ അത് മറന്നു കളയണം, പിന്നെ എടുത്ത് പറയരുത്. നമ്മൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കും, പക്ഷേ രണ്ടാമത് ഒരു മാസം കഴിഞ്ഞ് വഴക്ക് വരുമ്പോൾ പഴയ കാര്യം എടുത്ത് അങ്ങോട്ട് പറയും, അപ്പോൾ മറന്നിട്ടില്ല. അപ്പം നിൻ്റെ വിശ്വാസം കുറയും, നിനക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഈശോ അതാ പറഞ്ഞത്, ഹല്ലേലൂയ, നീ ചോദിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുക അത് ലഭിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് 3 പോയിൻ്റാണ് അമ്മ പറഞ്ഞത് ക്ഷമിക്കേണ്ടത്. ഒന്ന്, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. പിന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്, അത് ദൈവം അനുവദിച്ച് തരുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്, നീ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവർ ആരെയാണ് ക്ഷമിക്കുന്നതോ അവർക്കത് ബോധ്യം ഉണ്ടാകണം, നീ യഥാർത്ഥത്തിൽ അവരെ ക്ഷമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തീരുമാനം ഇന്ന് എടുക്കുക. തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം കടന്നു വരും. ഈ രീതിയിലാണ്. പിന്നെ അത് ഓർമ്മ വരരുത്, പിന്നെ ഓർക്കരുത്, പോയതൊക്കെ പോയി. നിന്നെ അപമാനിച്ചതായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആയിട്ടുണ്ടാകാം, പക്ഷേ ക്ഷമിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പിൽ വലുതാകും. അതുമാത്രമല്ല, നിന്നിൽ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസം വെച്ചിട്ടാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മത്തായി 9:29, 9-ാം അധ്യായം 29 ഈശോ പറയുകയാണ്, ഒരു കണ്ണ് കാണാത്തവരെ കണ്ട് പറയുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനോട് ഈശോ ചോദിക്കും, ഞാൻ നിനക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന് നീ വിശ്വസിക്കേണ്ട. അതേ കർത്താവ് എന്ന് പറയും, നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ രീതി ഇങ്ങനെയായിരിക്കണം, നമ്മൾ വിശ്വസിക്കണ പോലെ അതുപോലെ തന്നെ സംഭവിക്കും. നിൻ്റെ വിശ്വാസം വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കും. അതെങ്ങനെയാണ്? വിശ്വസിക്കുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിൽ സംശയം പാടില്ല. ആരെയും നമ്മൾ വിശ്വസിക്കണേ? നിനക്കുള്ള നിയോഗത്തിനാണോ നീ വിശ്വസിക്കുന്ന ആ കാര്യം സംഭവിക്കുക? എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? ഇല്ല. നീ വിശ്വസിക്കുന്നത് നിൻ്റെ ദൈവത്തിനോട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം നോക്കിക്കോളും. നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ പ്രെയർ റിക്വസ്റ്റിനോടില്ല, നിയോഗത്തിനോടില്ല. നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ ദൈവത്തിനോട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെ ശീലിക്കണം, വിശ്വസിച്ച് ശീലിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.